ശ്രീ യുവരാജ് ഗോകുൽ അങ്ങയുടെ പോയിന്റും കൂടി വേണം ശ്രീ ജലീൽ ഉന്നയിച്ച കാര്യത്തിലേക്ക്. തീർച്ചയായിട്ടും ശ്രീ ജലീൽ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രസ്താവന ഇറക്കിയെന്നാണ്. ഈ പ്രസ്താവന ദേശാഭിമാനിയിൽ നോക്കിയിട്ട് പോലും ഞാൻ കണ്ടില്ല. അത്രയും ദുർബലമായിട്ട് എവിടെയോ എന്തോ ഒരു പ്രസ്താവന നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആയിക്കൊണ്ടുപോട്ടെ, എന്തായാലും പ്രസ്താവിച്ചല്ലോ, വലിയ സന്തോഷം. സാധാരണഗതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ആരുടെയും ശ്രദ്ധയിലും പെട്ടിട്ടില്ല. എന്തായാലും പ്രസ്താവിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ സന്തോഷം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പ്രസ്താവനയ്ക്ക് എന്താണ് വില? നിങ്ങൾ 2002 മറ്റോ 2012 പോളിറ്റ് ബ്യൂറോ, അന്ന് പ്രകാശ് കാരാട്ടാണ് നിങ്ങളുടെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി, ബംഗ്ലാദേശിൽ ഉൾപ്പെടെ നാമശൂദ്ര വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ദളിതരായിട്ടുള്ള ആൾക്കാർ, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നും അവർക്ക് ഭാരതത്തിനകത്ത് സ്പെഷ്യൽ കൺസിഡറേഷൻ നൽകി പൗരത്വം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇന്നും അത് അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. ആ പ്രസ്താവനയ്ക്ക് ഇന്ന് നിങ്ങളെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ പ്രസ്താവനയുടെ വിലയും വിലയില്ലായ്മയൊക്കെ നിങ്ങൾ തന്നെ കാലാകാലങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അന്ന് പ്രസ്താവന നടത്തി എന്നൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. BJP എന്ത് നിലപാടെടുത്തു എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. BJP ഓരോ സംഭവം വരുന്ന സമയത്തും ഓരോ പുതിയ നിലപാടുകളുമായിട്ട് മുമ്പോട്ട് വരുന്ന ഒരു പ്രസ്ഥാനമല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് സ്ഥായിയായിട്ടുള്ള നിലപാടുണ്ട്. 2010 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത് ഈ തരത്തിൽ ബംഗ്ലാദേശിനകത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ളതും അത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലും ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് പല കാലഘട്ടങ്ങളിൽ പിരിഞ്ഞുപോയ ഇവിടങ്ങളിൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നും അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നത് മനുഷ്യാവകാശപരമായിട്ട് നിൽക്കേണ്ട ഒരാവശ്യമാണെന്നും മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ, മൻമോഹൻ സിംഗ് പാർലമെൻറ്റിനകത്ത് പ്രസംഗിച്ചതാണ്, നമുക്കൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒബ്ലിഗേഷൻ ആ ഭാഗങ്ങളിലെ ന്യൂനപക്ഷങ്ങളോടുണ്ടെന്നുള്ള കാര്യം. CPM വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിനകത്ത് ഒരു മെമ്മോറാണ്ടമോ മറ്റോ തയ്യാറാക്കി അന്നത്തെ ഗവൺമെൻറ്റിന് കൊടുത്തതുമാണ് അവരെ സംരക്ഷണം. പക്ഷേ BJP ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ പോയ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി തെരുവിലിറങ്ങി എന്താണ് കാട്ടിക്കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുറേ സെലിബ്രിറ്റികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കുറേ നുണയും പ്രചരിപ്പിച്ച് നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കി. 5 വർഷത്തിന് ശേഷം CAA നടപ്പിലാക്കി. ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു വരുത്തിയത് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 5 വർഷങ്ങൾക്ക് ശേഷം അത് നടപ്പിലാകുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രസ്താവനകൾക്കും നിങ്ങളുടെ നിലപാടുകൾക്കും എന്താണ് നിലപാട് അല്ലെങ്കിൽ എന്താണ് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അതിനകത്തൊരു വിലയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല. പിന്നെ അങ്ങ് പറഞ്ഞു ഭരണഘടന വളരെ മികച്ച ഭരണഘടനയാണ്, ഏറ്റവും മികച്ച ഭരണഘടനയാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ്. ശരിയാണ് സാർ, ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും മികച്ച ഭരണഘടനയാണ്, അല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ആ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഈ ഭരണഘടനയോട് പ്രശ്നമുള്ളൂ, ബാക്കി ആർക്കും ഇതിനോട് പ്രശ്നമില്ല. കാരണം ഇന്ത്യയിലെ ഭരണത്തിനെ എങ്ങനെയെങ്കിലും അട്ടിമറിച്ച് അവരുടെ ഏകാധിപത്യ സംവിധാനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭരണഘടന ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഈ ഭരണഘടനയോടുള്ളൊരു പ്രശ്നം എന്ന് അന്ന് വളരെ ഭംഗിയായിട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ശോഷിച്ച് ഒരു മൂലയ്ക്ക് ഒരു തരിയായിട്ട് ഒതുങ്ങി കഴിയുന്ന സമയത്ത് തൽക്കാലത്തേക്ക് നാണം മറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന എടുത്ത് മുമ്പ് വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന നിങ്ങളുടെ തനിക്കോണം ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നൊരു മൂലയ്ക്ക് വന്ന് ഒതുങ്ങിക്കൂടി ഇരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. 2, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് മതരാജ്യങ്ങൾ. എന്താ അങ്ങ് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുകയാണ്. തീർച്ചയായിട്ടും എന്താണ് ബംഗ്ലാദേശിലെ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പോലെ ഒരു മതരാജ്യമാക്കി ഇതിനെ മാറ്റുമ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ മതരാജ്യങ്ങളായി മാറിയ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വെച്ചത്. ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ, പ്രത്യേകിച്ച് മതങ്ങളൊന്നും ഇല്ലാത്ത ഉത്തര കൊറിയയുടെ അവസ്ഥ എന്താ? ജനാധിപത്യം ഉണ്ടോ അവിടെ? സ്വാതന്ത്ര്യം ഉണ്ടോ അവിടെ? മനുഷ്യന് ചിരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? കൈ കൊട്ടാനുള്ള സ്വാതന്ത്ര്യം രണ്ടാമത്തെ വിഷയമാണ്. കൈ കൊട്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി വന്നു നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കൈകൊട്ടലിൻ്റെ ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അവനെ തലവെട്ടിക്കളയും. അതാണ് അവസ്ഥ. അപ്പം മതം തന്നെ വേണമെന്നൊന്നുമില്ല. കമ്മ്യൂണിസം പോയ രാജ്യങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് വലിയ തരത്തിലുള്ള ജനാധിപത്യ ഭരണഘടന ചാരിത്ര്യ പ്രസംഗങ്ങളൊന്നും നടത്തേണ്ടുന്ന കാര്യങ്ങളില്ല.
അങ്ങേക്ക് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ പാർട്ടിക്ക് പിന്നെ അങ്ങ് പറഞ്ഞു ബംഗ്ലാദേശിൽ എന്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു. എന്തായാലും ഞാൻ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് കാണുന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വെനസ്വേലയിലെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഏതോ പ്രസ് ക്ലബിൻ്റെ മുമ്പ് 437 പേര് ഒരു ബാനറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. ഇതിന് മുമ്പ് എന്തോ ഫെബ്രുവരി 12 ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അവിടുത്തെ എന്താണ് ഈ കൂട്ടക്കൊലകൾ, മോബ് ലിഞ്ചിങ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നിർത്താൻ വേണ്ടുന്ന ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഗ്യാതറിങ്ങും കണ്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലാണ് 24 മണിക്കൂറിനിടയിൽ ഇതുപോലെ ജനക്കൂട്ടം 3-4 പേരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്നൊരു ബാനറും പിടിച്ച് അയ്യോ പാവം ഞങ്ങളിവിടെ നിൽപ്പുണ്ടേ, ഞങ്ങളെ ആരും ഒന്നും ചെയ്യല്ലേ, നിങ്ങളിതൊക്കെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞിട്ടായിരിക്കുമോ നിൽക്കുക, അതോ നിങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബാനറും പിടിച്ചുകൊണ്ടൊന്നും ഞങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു. ഇതെന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി. ഞാൻ പറഞ്ഞൊന്നുമില്ല റഹീമിനോട് ബംഗ്ലാദേശിൽ പോയി കരയാൻ ഞാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഞാൻ പറഞ്ഞത് ലോകത്ത് എവിടെയായിരുന്നാലും ദൈന്യത അനുഭവിക്കുന്ന മനുഷ്യൻ്റെ ഭാഷ ഒന്നാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞവർ ഇത്രയും നാളായിട്ടും ഇവിടെ ഇരുന്നിട്ട് അവിടുത്തെ കരയുന്ന മനുഷ്യരുടെ നിലവിളിയുടെ ഭാഷ അവർക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ റഹീമിനോട് അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെല്ലാം കൂടെ വണ്ടി വിളിച്ച് ബംഗ്ലാദേശിലേക്ക് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, അവിടെ ചെന്നിറങ്ങുമ്പോൾ അവർ പറയും അവർ CPM-കാരാണെന്നൊന്നും നോക്കൂല, ഇവർ അവിശ്വാസികളാണ്, മതം നടത്താൻ വന്നവരാണെന്നും പറഞ്ഞ് പിടിച്ച് കെട്ടിയിട്ട് കത്തിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നിന്നും മനുഷ്യൻ്റെ നിലവിളിയാണ് ഉയരുന്നത്. നിങ്ങൾക്ക് പലസ്തീനിലെ കരച്ചിൽ മാത്രമേ കേൾക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഷ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് നിങ്ങൾ പറയണം. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ദൈന്യതയും ദീനതയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയരുത്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.